പാർട്ടിലേക്ക് പോവാം. The incomplete table shows the velocity v of a freely falling object in a time interval of 1 second and take g is equal to 10 meter per second square. അപ്പോൾ തന്നേക്കുന്ന ക്വസ്റ്റിനകത്ത് ടൈം ഉണ്ട്, ആ ടൈമിലെ കറസ്പോണ്ടിങ് വെലോസിറ്റി ഉണ്ട്, റൈറ്റ്? 0 സെക്കൻഡിൽ 0 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി, അതുപോലെ 3 സെക്കൻഡിൽ 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി, 4 സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി, അതുപോലെ ലാസ്റ്റ് 5 സെക്കൻഡിൽ 50 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി, റൈറ്റ്? രണ്ടെണ്ണം മിസ്സിംഗ് ആണ്. ഏതൊക്കെയാണ്? 1 സെക്കൻഡിലെ വെലോസിറ്റി നമുക്ക് അറിയില്ല, 2 സെക്കൻഡിലെ വെലോസിറ്റി നമുക്ക് അറിയില്ല, റൈറ്റ്? ഈസി ആയിട്ട് ഗസ് ചെയ്യാം. എത്രയായിരിക്കും? 1 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും, 2 സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും, റൈറ്റ്? നിങ്ങൾ ആ ടേബിൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കോളും. ഇൻ കേസ് അങ്ങനെയല്ല, എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഏത് ഇക്വേഷൻ ആണ്? വെലോസിറ്റി v is equal to u plus at എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം, റൈറ്റ്? അറ്റ് ടൈം t യിലെ വെലോസിറ്റി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് v is equal to u plus at, റൈറ്റ്? അതിൽ u എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അറ്റ് ടൈം t equal to 0 എന്താണോ വെലോസിറ്റി അതാണ് u എന്ന് പറയുന്നത്. നമുക്കറിയാം ടൈം t 0 ആണെങ്കിൽ എത്രയാണ് വെലോസിറ്റി? 0 ആണ്, അല്ലെ? അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. സോ u equal to 0 എന്ന് നമുക്ക് എവിടെ നിന്ന് കിട്ടി? ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? 1 സെക്കൻഡിലെ വെലോസിറ്റി കാണണം, റൈറ്റ്? അപ്പൊ t is equal to 1 സെക്കൻഡിലെ വെലോസിറ്റി കാണണം. അപ്പൊ v is equal to again u plus at അപ്ലൈ ചെയ്യുന്ന സമയത്ത് u 0 a 10 എടുക്കാൻ പറയുന്നുണ്ട്. 10 into 1 എന്ത് കിട്ടി? again നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. സിമിലർലി 2 സെക്കൻഡിനകത്ത് വെലോസിറ്റി കാണാം. v is equal to u plus at again u 0 10 into ടൈം എത്രയാണ്? 2 ആണ്. എന്ത് കിട്ടി? ആൻസർ 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അതിലെ കൺഫ്യൂഷൻ വരുന്നത് u എന്താണെന്നുള്ളതാണ്. u എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അത് അറ്റ് ടൈം t equal to 0 വെലോസിറ്റി ആണ്. ടൈം t 0 സമയത്ത് വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ ഗ്രാഫ് വരയ്ക്കാൻ പറയുന്നുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. vt ഗ്രാഫ് വരയ്ക്കാൻ പറയുന്നുണ്ട്. നമുക്ക് വരയ്ക്കാമോ? നോക്കാം. vt ഗ്രാഫ് ആണ് വരയ്ക്കേണ്ടത്. vt ഗ്രാഫ് എന്ന് പറയുമ്പോൾ y ആക്സിൽ വെലോസിറ്റി ആയിരിക്കണം, x ആക്സിൽ ടൈം ആയിരിക്കണം. vt ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ ടൈം നമുക്ക് മാർക്ക് ചെയ്യാം. ടൈം 0 1 2 3 4 5 ആണ്. അപ്പൊ 0 1 2 3 4 and 5, റൈറ്റ്? വെലോസിറ്റി നമുക്കറിയാം 0 10 20 30 40 and 50, റൈറ്റ്? എങ്ങനെ മാർക്ക് ചെയ്യാം? അറ്റ് 0 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ തന്നെ വരും. അറ്റ് 1 സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അറ്റ് 2 സെക്കൻഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അതുപോലെ 3 സെക്കൻഡ് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്, റൈറ്റ്? അപ്പോ 0 0 മീറ്റർ പെർ സെക്കൻഡ്, 1 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ്, 2 സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ എല്ലാം മാർക്ക് ചെയ്തു. നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടുക? ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടുക. ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. കാരണം എന്താ? vt ഗ്രാഫില് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ മീനിങ് എന്താ? സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്, അല്ലെ? എന്താ vt ഗ്രാഫിന്റെ സ്ലോപ്പ്? ആക്സലറേഷൻ ആണ്. ഒരു ഫ്രീ ഫോളിന്റെ കേസിൽ ആക്സലറേഷൻ കോൺസ്റ്റന്റ് അല്ലേ? g അല്ലേ വാല്യൂ? 9.81 അല്ലേ? അപ്പൊ എന്ത് കിട്ടണം? എന്തായാലും സ്ട്രൈറ്റ് ലൈൻ കിട്ടണം. ഇവിടെ ആക്സലറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുകൊണ്ട് vt ഗ്രാഫ് എന്താ കിട്ടാവും? സ്ട്രൈറ്റ് ലൈനെ കിട്ടാവും. അപ്പോഴേ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആവും, ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടിക്കോളും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സി പാർട്ട് നോക്കാം. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ്. എന്താണ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ആണ്, റൈറ്റ്? ഞാൻ ഈ ഗ്രാഫിന്റെ ഏരിയ കാണുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ആ അത്രയും ടൈം ഇന്റർവെല്ലിലെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോകും. When brakes are applied on a moving vehicle, it stops after traveling a distance. The distance is called stopping distance. ഒരു മൂവിംഗ് വെഹിക്കിളിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി കുറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? വണ്ടി അവസാനം സ്റ്റോപ്പ് ആവും. ആ അത്രയും ദൂരം, ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ്, ആ ട്രാവൽ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, റൈറ്റ്? Write an expression for stopping distance in terms of initial velocity and retardation, right? Clear അല്ലേ? അവിടെ വെലോസിറ്റി കുറയാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു കാറിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറയാണ്, വെലോസിറ്റി കുറയാണ്. അപ്പൊ അവിടെ എന്താണ്? റിട്ടാർഡേഷൻ ആണ്, റൈറ്റ്? അപ്പോ നമുക്ക് എന്ത് വേണം? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ വേണം ഇൻ ടേംസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് റിട്ടാർഡേഷൻ, റൈറ്റ്? നമുക്ക് ചെയ്യാം. അപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു കാറാന്ന് വിചാരിച്ചു. കാറിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് u എന്ന് പറയുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്തു, സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റിട്ടാർഡേഷൻ എന്താണ്? റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് a ആണ്, അല്ലെ? ഇനീഷ്യൽ വെലോസിറ്റി u ആണ്, റിട്ടാർഡേഷൻ a ആണ്. നമുക്ക് എന്ത് ചെയ്യണം? വണ്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വണ്ടി ഇവിടെ എത്തിയപ്പോൾ നിന്നു, ഇവിടെ എത്തിയപ്പോൾ നിന്നു. അപ്പോ ഇതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. വണ്ടി പോകുന്നത് ഇനീഷ്യൽ വെലോസിറ്റി u ആയിരുന്നു,
ബ്രേക്ക് അപ്ലൈ ചെയ്തു, സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റിറ്റാർഡേഷൻ ഉണ്ട്, അവസാനം എന്ത് ചെയ്യും, വണ്ടി നിന്നു പോകും. അപ്പൊ ആ ഡിസ്റ്റൻസ് ആണ്, അത്രയും ദൂരത്തിനെ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കി, വണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും വെലോസിറ്റി? റെസ്റ്റിലാണെങ്കിൽ എത്ര വെലോസിറ്റി? 0. അപ്പൊ നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണ് അല്ലെ? വണ്ടി നിന്നു, സ്റ്റോപ്പായി, അപ്പൊ എത്ര വെലോസിറ്റി? 0 ആണ്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം u ആണ്, ഫൈനൽ അറിയാം v ആണ്, പിന്നെ എന്തറിയാം, റിറ്റാർഡേഷൻ a ആണെന്നറിയാം, പിന്നെ നമുക്ക് എന്തറിയാം, ഡിസ്റ്റൻസ് എത്രയാണ്? s ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? നമുക്ക് ഇതെല്ലാം കൂടെ ഇക്വേഷൻ അറിയാലോ. ഏതാണ് ഇക്വേഷൻ? v square is equal to u square plus 2as. v square is equal to u square plus 2as, റൈറ്റ്? ക്ലിയർ അല്ലേ? ഇനി ഇതിൽ ആര് 0 ആണ്? വണ്ടി നിന്നു. അപ്പൊ ഫൈനൽ കേസിൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അപ്പൊ നമുക്ക് v കട്ട് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? u square is equal to minus 2as എന്ന് കിട്ടും. u square is equal to minus 2as എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? നമുക്ക് എസ് അല്ലേ വേണ്ടേ? നമുക്ക് ആ മൈനസ് വേണ്ടി ഒഴിവാക്കാം, കാരണം എ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ആ നെഗറ്റീവ് ചേരുമ്പോൾ അത് റിറ്റാർഡേഷൻ പറയുന്നുണ്ട്. പിന്നെ എ എന്തായാലും നെഗറ്റീവ് ആണ്, ആ നെഗറ്റീവ് നമുക്ക് പ്ലസ് ആയിക്കോളും. ഓൾറെഡി എ നെഗറ്റീവ് ആണ്, റിറ്റാർഡേഷൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, എസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം അല്ലെ? എസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2. കുഴപ്പമുണ്ടോ? ഓൾറെഡി നമുക്ക് അറിയാം എ നെഗറ്റീവ് ആണെന്ന് അറിയാം. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നെഗറ്റീവിന്റെ ആവശ്യമില്ലല്ലോ, റിറ്റാർഡേഷൻ ആണ്, അപ്പൊ അവിടെ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ യു സ്ക്വയർ ബൈ 2. ക്ലിയർ? നമുക്ക് എന്താ വേണ്ടേ? എസ് അല്ലേ വേണ്ടേ? അല്ലെ? നമുക്ക് എന്തായിരുന്നു വേണ്ടേ? റൈറ്റ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. നമുക്ക് കിട്ടി എസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s ആയിരുന്നു. അതിൽ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അപ്പൊ യു സ്ക്വയർ ഈക്വൽ ടു മൈനസ് 2s എന്ന് വരും. എ ഓൾറെഡി നെഗറ്റീവ് ആണ്, നെഗറ്റീവ് പോസിറ്റീവ് ആയി. അപ്പൊ എസ് ഈക്വൽ ടു എന്ത് വരും? യു സ്ക്വയർ ബൈ 2 എന്ന് വരും. ക്ലിയർ അല്ലേ? അടുത്ത പാഠം നോക്കാം. ഇഫ് ദി ഇനീഷ്യൽ സ്പീഡ് ഈസ് ഡബിൾഡ് കീപ്പിംഗ് ദി റിട്ടാർഡേഷൻ സെയിം, ബൈ ഹൗ മച്ച് വിൽ ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ചേഞ്ച്? റിട്ടാർഡേഷൻ യാതൊരു ചേഞ്ചും ഇല്ല, അതിന് പകരം ഇനീഷ്യൽ സ്പീഡ് നമ്മൾ ഡബിൾ ആക്കുകയാണെങ്കിൽ എന്ത് ചേഞ്ച് ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഉണ്ടാവുക? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. അപ്പൊ യു എന്ത് പറ്റി? യു ഡബിൾ ചെയ്തു അല്ലെ? യു 2 ആയിട്ട് മാറി, ഇരട്ടിയാക്കി മാറി, ട്വൈസ് ചെയ്തു. യു ഈസ് ഈക്വൽ ടു 2 ആണ്. റിട്ടാർഡേഷൻ യാതൊരു മാറ്റമില്ല, എ തന്നെയാണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഓൾറെഡി എസ് ഇക്വേഷൻ അറിയാം, എസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2a ആണ്. അതിന് എന്താണ് മാറിയിരിക്കുന്നത്? അതില് ഇനീഷ്യൽ വെലോസിറ്റി മാറിയേക്കാണ്. എത്രയായി? ഡബിൾ ആയിക്കാണ്. അപ്പൊ യുവിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 2u കൊടുക്കണം. എന്തായിരുന്നു യു എന്ന് പറയുന്നത്? ഇനീഷ്യൽ വെലോസിറ്റി ആയിരുന്നു, അത് എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു, ഇരട്ടിയാക്കിയേക്കാണ്. അപ്പൊ യുവിന് പകരം എന്ത് കൊടുക്കണം? 2u കൊടുക്കണം, റൈറ്റ്? അപ്പൊ എന്താ പറയാ? എസ് ഈക്വൽ ടു യുവിന് പകരം 2u ആയി അല്ലെ? യു ചേഞ്ച് ചെയ്തു, ഓൾ സ്ക്വയർ ബൈ 2a. പുതിയ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നമുക്ക് എസ് ഡാഷ് കൊടുക്കാം. കഴിഞ്ഞ എസ് ആണെന്ന് വെച്ചോ. ഫസ്റ്റ് കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി യു ആയിരുന്നു, അപ്പോ എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? എസ് ആണ്. അപ്പോ സ്പീഡ് മാറി, ഇനീഷ്യൽ സ്പീഡ് മാറി, 2u ആയി മാറി. അപ്പൊ ഞാൻ എസ് ഡാഷ് മാറ്റിയിട്ടുണ്ട്, പുതിയ ഡിസ്റ്റൻസ് ആണ്. അപ്പോ എസ് ഡാഷ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ചെയ്യണം, 2ന്റെ സ്ക്വയർ 4, യുവിന്റെ സ്ക്വയർ യു സ്ക്വയർ ബൈ 2. ക്ലിയർ? ആരാണ് യു സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത്? യു സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് നേരത്തെ കിട്ടിയ എസ് ആണ്. കഴിഞ്ഞ കേസിൽ ആ ഇനീഷ്യൽ വെലോസിറ്റി യു ആയിരുന്ന സമയത്തുള്ള സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പുതിയ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ടൈംസ് ബാക്കി എന്താണ്? എസ് കിട്ടി. ക്ലിയർ അല്ലേ? ആ യു സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് എസ് ആയിരുന്നു, അപ്പൊ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്ത് എസ് കിട്ടി. അപ്പൊ എന്താ കിട്ടിയേ? ന്യൂ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 4 ടൈംസ് പ്രീവിയസ് കേസിലെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പൊ എന്താ പറ്റിയേ? യു ഡബിൾ ആയപ്പോ, ഇനീഷ്യൽ സ്പീഡ് ഡബിൾ ആയ സമയത്ത് എന്ത് പറ്റി? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 4 ടൈംസ് ആയിട്ട് മാറി. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. മോഷൻ ഇൻ എ പ്ലെയിൻ, 2 ഡയമെൻഷൻ മോഷന്റെ ചാപ്റ്റർ ആണ്. അതിന്റെ ഫോക്കസ് ഏരിയയിലുള്ളത് സ്കെയിലർ, വെക്ടർ ക്വാണ്ടിറ്റീസ്, പാരലോഗ്രാം ലോ, അതുപോലെ പ്രൊജക്ടൈൽ മോഷൻ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഫോക്കസ് ഏരിയക്ക് പഠിക്കാനുള്ളൂ. സർക്കുലർ മോഷൻ ഒന്നുമില്ല, അതുപോലെ റിലേറ്റീവ് വെലോസിറ്റി ഇല്ല. അപ്പൊ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വളരെ ഈസിയാണ്. സ്റ്റാർട്ട് ചെയ്യാമല്ലോ. First question. Pick out the scalar and vector quantities from the following list. തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് സ്കെയിലർ ക്വാണ്ടിറ്റി പിക്ക് ചെയ്യണം, വെക്ടർ ക്വാണ്ടിറ്റി പിക്ക് ചെയ്യണം, റൈറ്റ്? അപ്പൊ എന്താണ് സ്കെയിലർ ക്വാണ്ടിറ്റി? എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി? മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസ് ആണ് സ്കെയിലർ ക്വാണ്ടിറ്റി. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവൂ. എന്നാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് വെക്ടർ ക്വാണ്ടിറ്റി, റൈറ്റ്? ഫോർ എക്സാമ്പിൾ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ജസ്റ്റ് ദൂരം മാത്രമേ ഉള്ളൂ. 10 മീറ്റർ എന്ന് പറയുമ്പോൾ
നമുക്ക് ഡയറക്ഷൻ പറയേണ്ട ആവശ്യം. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായി? അത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സിമിലർലി സ്പീഡ് എന്ന് പറയുന്നത് സ്കെലർ ക്വാണ്ടിറ്റി ആണ്. എന്നാൽ വെലോസിറ്റിയും അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ? അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് സ്കെയിലർ വേറെ വെക്ടർ വേറെ പിക്ക് ചെയ്യണം. ക്ലിയർ? നോക്കാം. വർക്ക്, വെലോസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ലീനിയർ മൊമെന്റം. അപ്പൊ ഡയറക്ഷൻ ഉള്ളതാണെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി, ഡയറക്ഷൻ ഇല്ലെങ്കിലോ അതെന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? സ്കെലർ ക്വാണ്ടിറ്റി ആയിരിക്കും. റൈറ്റ്? നമുക്കറിയാം വർക്ക് എന്ത് ക്വാണ്ടിറ്റിയാണ്? വർക്ക് എന്ന് പറയുന്നത് സ്കെലർ ക്വാണ്ടിറ്റിയാണ്. വർക്കും എനർജിയും എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെലർ ക്വാണ്ടിറ്റിയാണ്. അപ്പോ വർക്ക് എന്താണ്? സ്കെലർ ക്വാണ്ടിറ്റിയാണ്. അടുത്ത വെലോസിറ്റി ഞാൻ ഇപ്പൊ പറഞ്ഞുള്ളൂ. എന്താണ് വെലോസിറ്റി? അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, അതൊരു സ്കെലർ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ ലീനിയർ മൊമെന്റം എന്താണ്? അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ? വർക്ക് അതുപോലെ എനർജി എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെലാർ. വെലോസിറ്റി വെക്ടർ ആണ്, പക്ഷെ സ്പീഡ് എന്താണ്? സ്കെലർ ക്വാണ്ടിറ്റിയാണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അതെന്താണ്? ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ലീനിയർ മൊമെന്റം, മൊമെന്റം എന്ന് പറയുന്നത് എന്താ? P = mv ആണ് അല്ലെ. mv-ക്കകത്ത് v എന്താ? വെലോസിറ്റി ആണ്. അപ്പൊ അതെന്താണ്? അത് ഈ പറഞ്ഞ പോലെ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാലോ. എന്താണ്? P = mv ആണ്. P = mv ആണ്. അപ്പോ വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ പിന്നെ P എന്തായിരിക്കും? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ലീനിയർ മൊമെന്റം എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ? അപ്പൊ രണ്ട് സ്കെയിലറും രണ്ട് വെക്ടർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. വെക്ടേഴ്സിന്റെ കുറച്ച് ഓപ്പറേഷൻസ് ആണ്. If A and B are two non-zero vectors, if modulus of A cross B equal to vector A dot vector B, what is the angle between A and B? നമുക്കറിയാം വെക്ടേഴ്സ് തമ്മിലുള്ള പ്രോഡക്റ്റ് അറിയാം. ടു ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും. അപ്പൊ ക്രോസ് പ്രോഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡോട്ട് പ്രോഡക്റ്റും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം രണ്ട് വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ? അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ രണ്ട് വെക്ടറിന്റെ ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് അറിയണം, എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയണം അല്ലെ. നോക്കപ്പോ അപ്പൊ എന്താണ് ഡോട്ട് പ്രോഡക്റ്റ്? എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കെയിലർ പ്രോഡക്റ്റ് എന്താണ്? ഇപ്പൊ രണ്ട് വെക്ടർ തമ്മിൽ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്ന സമയത്ത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറയുന്നത് എന്താണ്? ഇത് വെക്ടർ എ എന്ന് വിളിക്കാം, ഇത് വെക്ടർ ബി എന്ന് വിളിക്കാം. ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ എന്ന് വിളിക്കാം. ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ആൻഡ് വെക്ടർ ബി എന്താണ്? തീറ്റ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് എ ഡോട്ട് ബി എന്ന് പറയുന്നത്? എ ഡോട്ട് ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. നമുക്ക് സിമ്പിൾ ഇങ്ങനെ എഴുതാം. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ എന്ന് പറയും. എ ബി കോസ് തീറ്റ. ശ്രദ്ധിക്കുക, അവിടെ ആരോ മാർക്കൊന്നുമില്ല, വെക്ടർ അല്ല. ഓക്കെ, അപ്പൊ ഇതാണ് വെക്ടർ എ ഡോട്ട് ബി എന്ന് പറയുന്നത്, എ ബി കോസ് തീറ്റ. സിമിലർലി എന്താണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്? എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? എ ബി സൈൻ തീറ്റ പോരാ എൻ ക്യാപ്. എ ബി സൈൻ തീറ്റ എൻ ക്യാപ്. അവിടെ എന്താ ക്യാപ് വന്നേക്കുന്നത്? ക്രോസ് പ്രൊഡക്റ്റ് എപ്പോഴും എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അത് എന്തുണ്ടാവും? ഒരു ഡയറക്ഷൻ ഉണ്ടാവും. എന്നാൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്താ? അതൊരു സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്. ഇതെന്തായിരിക്കും? ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, ഡയറക്ഷൻ കാണത്തില്ല. അപ്പൊ എ ഡോട്ട് ബി ചെയ്യുന്ന സമയത്ത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടത്തുള്ളൂ, ഡയറക്ഷൻ ഇല്ല. എന്നാൽ എ ക്രോസ് ബി ചെയ്യുന്ന സമയത്ത് നമുക്ക് വിത്ത് ഡയറക്ഷൻ ആണ് കിട്ടുക, ഡയറക്ഷൻ ഉണ്ട്. ക്രോസ് പ്രൊഡക്റ്റ് എന്ത് വരും? ഡയറക്ഷൻ ഉണ്ടാവും. എന്നാൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണെങ്കിലോ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഡയറക്ഷൻ അവിടെ ഉണ്ട്, അതാണ് എൻ ക്യാപ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി എന്താ എ ക്രോസ് ബി ഡയറക്ഷൻ വരുന്നത്? എ ക്രോസ് ബി ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഡയറക്ഷൻ എന്തായിരിക്കും? അത് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എ ക്രോസ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. അതും ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞു വെക്കുക. അപ്പോ എ ഡോട്ട് ബി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു വെക്ടർ തന്നെയാണ് കിട്ടുന്നത്. ആ വെക്ടർ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ആ വെക്ടർ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ എ ബി കിടക്കുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആര്? എ ക്രോസ് ബി എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്ഷൻ ഉണ്ട് എ ക്രോസ് ബിക്ക്, ഡയറക്ഷൻ ഇല്ല എ ഡോട്ട് ബിക്ക്. ക്ലിയർ അല്ലേ? ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റൂ. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ്? മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി. അപ്പൊ മോഡുലസ് എന്ന് പറയുമ്പോൾ എന്ത് മാത്രം മതി? നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, ഡയറക്ഷൻ വേണ്ട അല്ലെ. എ ക്രോസ് ബി മാത്രമല്ല ഉള്ളത്, പുറത്ത് എന്തുണ്ട്? ഒരു മോഡുലസ് ഉണ്ട്. മീനിങ് എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ് മീനിങ്. അപ്പൊ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡും എ ഡോട്ട് ബിയും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി? ക്ലിയർ അല്ലേ? നമുക്ക് ചെയ്യാം. എന്താ പറഞ്ഞേക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി
is equal to A dot B. Then find the angle between A and B. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. എന്താണ് A ക്രോസ് B? AB sin theta. അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അപ്പൊ n cap ഒന്നും വേണ്ട, റൈറ്റ്? അപ്പൊ നമുക്ക് AB sin theta എന്ന് മാത്രം മതി. AB sin theta. ഡയറക്ഷൻ വേണ്ട. അതുപോലെ A dot B എന്ന് പറയുന്നത് ഓൾറെഡി ഡയറക്ഷൻ ഇല്ല. എന്താണ്? AB cos theta എന്ന് മാത്രമേ ഉള്ളൂ. AB cos theta. അപ്പൊ A ക്രോസ് B എന്താണ്? AB sin theta n cap ആയിരുന്നു, ഡയറക്ഷൻ ഉണ്ട്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അപ്പൊ AB sin theta എന്ന് മാത്രം മതി. അതുപോലെ A dot B എന്ന് പറയുന്നത് എന്താണ്? AB cos theta ആണ്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. AB ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ വന്നേ? sin theta equal to cos theta. ഞാൻ ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പൊ sin theta by cos theta ആവും എന്താ വരിക? tan theta എന്ന് പറയും. tan theta is equal എന്താ? 1 വരും. tan theta എപ്പോഴാണ് 1 ആവുന്നേ? ആംഗിൾ എത്ര ഡിഗ്രിയിലാണ്? 45 ഡിഗ്രിയാണ്. theta is equal to 45 ഡിഗ്രി. അപ്പൊ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B യും A ഡോട്ട് B എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ രണ്ട് വെക്ടറിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ എന്തായിരിക്കണം? 45 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ A ക്രോസ് B യുടെ മാഗ്നിറ്റ്യൂഡും A ഡോട്ട് B എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേ? അത്രയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ A പാർട്ട് നമ്മൾ കഴിഞ്ഞു. A പാർട്ട് കഴിഞ്ഞു. അപ്പൊ അടുത്ത B പാർട്ടിലേക്ക് പോകാം. B പാർട്ട് നോക്കല്ലേ? എന്താണ് B പാർട്ട് പറയുന്നത്? Find the value of A dot A cross B. Find the value of A dot A cross B. ശരിയല്ലേ? ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബ്രാക്കറ്റിനകത്താണ് A ക്രോസ് B ഉള്ളത്. അപ്പൊ നമ്മൾ അതിനെ പറ്റി ആദ്യം ആലോചിക്കണം, അല്ലെ? ബ്രാക്കറ്റിനകത്ത് എന്തുണ്ടോ അത് ആദ്യം ആലോചിക്കാം. A ക്രോസ് B ആണ്. നമുക്കറിയാം എന്താണ് ക്രോസ് പ്രൊഡക്റ്റ്? അത് എപ്പോഴും ഒരു വെക്ടർ തരത്തിലുള്ള ഡയറക്ഷൻ ആണ്. അപ്പൊ A ക്രോസ് B എന്ന് പറയുമ്പോൾ AB sin theta n cap ആണ്, നമുക്കതറിയാം. ആ A ക്രോസ് B ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ആ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് A ആൻഡ് B ആയിരിക്കും. ഓക്കെ, അപ്പൊ A ക്രോസ് B എങ്ങനെയാ വരുന്നത്? A ക്രോസ് B എന്ന് പറയുന്ന വെക്ടർ എങ്ങനെയായിരിക്കും? അത് A ക്കും B ക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ആ വെക്ടറും പിന്നെ A ഉണ്ട് പിന്നെ ബാക്കി, അല്ലെ? അപ്പൊ A ക്രോസ് B എന്ന് പറയുന്നത് എന്താ? ഒരു വെക്ടർ ആണ്. ആ വെക്ടർ ഡയറക്ഷൻ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ടു ബോത്ത് A ആൻഡ് B, റൈറ്റ്? പിന്നെ ആ ഒരു വെക്ടറും പിന്നെ A ആയിട്ട് എന്ത് ചെയ്യണം? ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യണം. ശരിയല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഡോട്ട് പ്രൊഡക്റ്റ് ആലോചിച്ച് നോക്കി. എന്താ? AB cos theta ആണ്. കോസ് ആണ് നമുക്ക് വേണ്ടത്. ആലോചിച്ച് നോക്കാം. എന്താണ് ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് A ക്രോസ് B? എന്താണ് ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് A ക്രോസ് B? നമുക്കറിയാം A ക്രോസ് B എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ടു A ആൻഡ് B ആണ്. നമുക്ക് എങ്ങനെ പറയാം? A ക്രോസ് B എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു A എന്ന് പറയാലോ, അല്ലെ? A ക്കും B ക്കും പെർപെൻഡിക്കുലർ ആണ് ആര്? A ക്രോസ് B. അങ്ങനെയാണെങ്കിൽ A ക്രോസ് B എന്ന് പറയുന്നത് A ക്ക് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് A ക്രോസ് B എന്തായിരിക്കും? 90 ഡിഗ്രി അല്ലേ? എന്താ റീസൺ? A ക്രോസ് B എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. ആ വെക്ടർ A ക്കും B ക്കും പെർപെൻഡിക്കുലർ ആണ്. അതായത് A ക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ A ക്രോസ് B A ക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ് ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് A ക്രോസ് B? 90 ഡിഗ്രി. ശരിയല്ലേ? അപ്പൊ നമുക്ക് ആ വെക്ടർ വേണമെങ്കിൽ എന്ത് കൊടുക്കാം? C എന്ന് കൊടുക്കാൻ ചോദിച്ചു. C എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ കാണാൻ പോണേ A ഡോട്ട് C ആണ്. A ഡോട്ട് C ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് C എത്രയാ? 90 ഡിഗ്രി. C എന്ന് പറയുന്നത് A ക്രോസ് B തന്നെയാണ്. ഓക്കെ, ഞാൻ എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് A ക്രോസ് B മാറ്റി എന്ത് കൊടുത്തേക്കണേ? C എന്ന് കൊടുത്തേക്കണം. ഒരു വെക്ടർ ആണല്ലോ. അപ്പോ A ഡോട്ട് C ആണ് നമുക്ക് വേണ്ടത്, റൈറ്റ്? അപ്പോ A ക്രോസ് B എന്ന് പറയുന്നത് തന്നെയാണ് ആരും C. ആംഗിൾ ബിറ്റ്വീൻ A ക്രോസ് B ആൻഡ് A എത്രയാ? പെർപെൻഡിക്കുലർ ആണ്. സോ 90 ഡിഗ്രി. അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് C എത്രയാ? 90 ഡിഗ്രി, റൈറ്റ്? ഇനി A ഡോട്ട് C ആണ് നമുക്ക് വേണ്ടത്. എന്താണ് A ഡോട്ട് B എന്ന് പറയുന്നത്? A ഡോട്ട് B എന്ന് പറയുന്നത് AB cos theta ആണ്. A ഡോട്ട് B എന്ന് പറയുന്നത് AB cos theta ആണ്, നമുക്കറിയാം. AB cos theta ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും A ഡോട്ട് C എന്ന് പറയുന്നത്? AC cos theta ആണ്, അല്ലെ? AC cos theta ആണ്. അതിൽ തീറ്റ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് C ആണ്, റൈറ്റ്? അപ്പോ ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് C എത്രയാ? 90 ഡിഗ്രി. അപ്പൊ എന്താ വരും നോക്കി? AC cos 90 എന്ന് വരും. എത്രയാ cos 90? 0. അപ്പൊ എന്താണ് A ഡോട്ട് C എന്ന് പറയുന്നത്? A ഡോട്ട് C എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. അങ്ങനെ cos 90 0 ആണല്ലോ, അല്ലെ? അപ്പൊ എന്താ A ഡോട്ട് C കിട്ടിയത്? 0 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാൻ കേട്ടോ. A ഡോട്ട് A ക്രോസ് B ആണ് വേണ്ടത്. നമ്മൾ ആദ്യം A ക്രോസ് B നോക്കാം. A ക്രോസ് B എന്ന് പറയുന്നത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഒരു വെക്ടർ ആയിരിക്കും. ആ വെക്ടർ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് A ആൻഡ് B. അപ്പൊ A ക്രോസ് B എന്ന് പറയുന്ന വെക്ടർ എങ്ങനെയാണ്? A ക്കും B ക്കും പെർപെൻഡിക്കുലർ ആണ്. അല്ലെങ്കിൽ A ക്രോസ് B എന്ന് പറയുന്നത് A യുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് A ക്രോസ് B എന്താണ്? 90 ഡിഗ്രി. അപ്പൊ നമ്മൾ ഡോട്ട് ഇടുന്ന സമയത്ത് എന്ത് വരും? cos 90 വരും. എത്രയാണ് cos 90? 0.
അപ്പൊ എന്താണ് എ ഡോട്ട് എ ക്രോസ് ബി എന്ന് പറയുന്നത്? 0 ആണ്. അപ്പൊ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നോക്കാൻ പറ്റില്ല എന്ന് എന്താ ആലോചിക്കുക? അതൊരു സി ആയിട്ട് ആലോചിക്കുക, വെക്ടർ ആണല്ലോ. അപ്പൊ എ ക്രോസ് ബിയും എയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അപ്പൊ സിയും എയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അപ്പൊ എ ഡോട്ട് സി എന്താണ്? എ സി കോസ് 90. എത്രയാണ് കോസ് 90? 0. അപ്പൊ എന്ത് കിട്ടി? എ ഡോട്ട് സി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എ ഡോട്ട് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 0. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റിയാണ് നോക്കാൻ. ഞാൻ എക്ക് പകരം ഇവിടെ ബി ആയിട്ട് വെച്ചു. ബി ഡോട്ട് എ ക്രോസ് ബി എന്ന് വെച്ചു. എന്താണ് വ്യത്യാസം? ബി ഡോട്ട് എ ക്രോസ് ബി ഡോട്ട് എ ക്രോസ് സെയിം. ആദ്യം എ ക്രോസ് ബി ആലോചിക്കാം. എ ക്രോസ് ബി വെക്ടർ ആണ്. ആ വെക്ടർ എന്ന് പറയുന്നത് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയും ബിയും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് എ ക്രോസ് ബി എന്താ? 90 ഡിഗ്രി. എഗൈൻ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ കോസ് 90 വരും. എത്രയാണ് കോസ് 90? 0. അപ്പൊ ഇങ്ങനെ ആൻസർ കിട്ടി. ബി ഡോട്ട് എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്ത പാട്ടിലേക്ക് പോകും. സി, the parallelogram law is used to find the resultant of two vectors. Find the magnitude of the resultant of these two vectors in terms of their magnitude and the angle between them. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് അകത്ത് എ ആൻഡ് ബി ആർ ടു നോൺ സീറോ വെക്ടർ എന്ന് പറയുന്നുണ്ട്. അതിന്റെ സി പാർട്ടാണ് പറയുന്നത് അല്ലെ. The parallelogram law is used to find the resultant of two vectors. രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളാണ് എന്ത്? പാരലോഗ്രാം ലോ എന്ന് പറയുന്നത്. നമുക്കറിയാം R is equal to root of p square plus q square plus 2pq cos theta പഠിച്ചിട്ടുണ്ട്. Find the magnitude of the resultant of these two vectors in terms of their magnitude and the angle between them. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. എയുടെയും ബിയുടെയും റിസൾട്ടന്റ് കാണണം. എന്താ ചെയ്യേണ്ടത്? ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. നമുക്ക് ചെയ്യാലോ. നോക്കാം അല്ലെ. അപ്പോ രണ്ട് വെക്ടേഴ്സ് ഏതൊക്കെയാ? രണ്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിഗർ വരയ്ക്കാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വെക്ടർ എ അതുപോലെ വെക്ടർ ബി, രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് ആണ് കാണേണ്ടത് അല്ലെ. ആറല്ലേ കാണുന്നത്? അതിന്റെ ഇക്വേഷൻ ആണ് കയറി വരുന്നത്. സ്റ്റാർട്ട് ചെയ്യാലോ. നോക്കല്ലേ. അപ്പൊ നമുക്കറിയാം എന്താ പാരലോഗ്രാം ലോ എന്ന് പറയുന്നത്? രണ്ട് വെക്ടേഴ്സ് ഒരു പാരലോഗ്രാമിന്റെ adjacent sides ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ both in magnitude and direction from same point, അങ്ങനെയാണെങ്കിൽ അതേ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഡയഗണൽ ആയിരിക്കും എന്ത്? റിസൾട്ടന്റ്. ഒരു പാരലോഗ്രാമിന്റെ adjacent സൈഡ് രണ്ട് വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ both in magnitude and direction അതേ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഡയഗണൽ ആയിരിക്കും എന്ത്? ആ രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ്. അതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, നോക്കല്ലേ. രണ്ട് വെക്ടേഴ്സ് എ ആൻഡ് ബി. അപ്പോ വെക്ടർ എ അതുപോലെ വെക്ടർ ബി. ഓക്കെ അല്ലേ? വെക്ടർ എയും വെക്ടർ ബി. ഞാൻ എന്താ ചെയ്യാൻ പോണേ? ഒരു പാരലോഗ്രാം ആണ് കൺസിഡർ ചെയ്യാൻ പോകും. ബാക്കിയെല്ലാം വരച്ചിട്ട് ഒരു പാരലോഗ്രാം വരയ്ക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ഈ ആംഗിൾ നമുക്കറിയാം തീറ്റയാണ്. ആംഗിൾ തീറ്റയാണ്. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്താണ്? തീറ്റയാണ്. ഈ ലൈൻ നീട്ടി വരച്ചു. അപ്പൊ ഇതെന്താ? തീറ്റ. കാരണം പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് എങ്ങനെയാണ്? പാരലാണ്. പാരലാണ് എന്താ? ആംഗിൾ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഈ ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ? ദെൻ ഞാൻ ഇങ്ങനെ ഒരു നോർമൽ വരച്ചു, ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഞാൻ പേര് കൊടുക്കാണ് പി ക്യു ആർ എസ്. ഇതാണ് പാരലോഗ്രാം. എക്സ്ട്രാ ഒരു പോയിന്റ് ഉണ്ട്, ഞാൻ ടി എന്ന് കൊടുത്തു. ഓക്കെ, ഒരു പാരലോഗ്രാം പി ക്യു ആർ എസ് ഒരു നോർമൽ വരച്ചേക്കാണ്. ആ പോയിന്റ് ടി ആണ്. ക്ലിയർ? അപ്പൊ നമ്മുടെ വെക്ടേഴ്സ് എത്തിക്കാം. വെക്ടർ എയും വെക്ടർ ബി ആണ്. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് എന്ത്? തീറ്റ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് കാണണം? റിസൾട്ടന്റ് കാണണം. ശരിയല്ലേ? നോക്കാം എല്ലാവരും നോക്കാം. അപ്പോ ഈ രണ്ട് വെക്ടറിന്റെയും റിസൾട്ടന്റ് എങ്ങനെയായിരിക്കും? ആ രണ്ട് വെക്ടറും എവിടെ നിന്നാണ് വരച്ചേക്കുന്നത്? ആ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഡയഗണൽ അല്ലെ. ഈ രണ്ട് വെക്ടറും എവിടെ നിന്നാണ് വരച്ചേക്കുന്നത്? ഏത് പോയിന്റാണ് വരച്ചേക്കുന്നത്? ആ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഡയഗണൽ ആയിരിക്കും ആ രണ്ടിന്റെയും റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം പി എന്നാണ് എയും ബിയും വരച്ചേക്കുന്നത്. ബോത്ത് ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ്. സോ പിയിൽ നിന്ന് വരയ്ക്കുന്ന ഡയഗണൽ ആയിരിക്കും എന്ത്? ആ രണ്ടിന്റെയും റിസൾട്ടന്റ്. റൈറ്റ്? അപ്പൊ നമുക്ക് പി എന്ന് വരയ്ക്കുന്ന ഡയഗണൽ വരയ്ക്കണം. ഇതാണ് ആര്? റിസൾട്ടന്റ് അല്ലെ. സ്റ്റാർട്ടിംഗ് ഫ്രം സെയിം പോയിന്റ്. അപ്പോ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് ആയിരിക്കും. ഇതാണ് റിസൾട്ടന്റ് വെക്ടർ ആർ എന്ന് പറയുന്നത്. ക്ലിയർ? ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ് രണ്ട് വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്, ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ദെൻ റിസൾട്ടന്റ് എങ്ങനെയായിരിക്കും?
അതേ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത രീതിയിൽ ആയിരിക്കും റിസൾട്ടിന് വരുന്നത്. അതെന്തായിരിക്കും? ഡയഗണൽ ആയിരിക്കും. ക്ലിയർ? അപ്പൊ നമുക്ക് ഈ ആറിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കല്ലേ എങ്ങനെ ചെയ്യും. എന്താണ് ഈ സൈഡ്? എന്താണ് ക്യു ആർ എന്ന് പറയുന്നത്? എന്താണ് ക്യു ആർ എന്ന് പറയുന്നത്? എന്താണ് ക്യു ആർ എന്ന് പറയുന്നത്? ക്യു ആർ എന്ന് പറയുന്നത് വെക്ടർ ബി തന്നെയായിരിക്കും. എന്താ റീസൺ? പാരലോഗ്രാം ആണ്. ഓപ്പോസിറ്റ് എങ്ങനെയാണ്? പാരലൽ ആണ്. അപ്പൊ ക്യു ആർ എന്ന് പറയുന്നത് എന്താണ്? അത് ബി തന്നെയാണ്. അതിന്റെ ലെങ്ത് എന്തായിരിക്കും? അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ബി തന്നെയായിരിക്കും. ക്ലിയർ? ഇനി പാട്ട് നോക്കുക. ഒരു ഫോഴ്സ് എഫ് എന്ന് ചോദിച്ചു. ഒരു ഫോഴ്സ് എഫ്, അത് ഇവിടുത്തെ ആംഗിൾ തീറ്റയാണ്. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് എക്സ് ഡയറക്ഷൻ ആണ്, ഇത് വൈ ഡയറക്ഷൻ ആണ്. രണ്ടും പെർപെൻഡിക്കുലർ ആണ്. എക്സ് ആൻഡ് വൈ ഇങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ആണ്. നമുക്ക് ആ ഫോഴ്സിനെ റിസോൾവ് ചെയ്യണം. രണ്ട് എക്സിലേക്കും വൈയിലേക്കും റിസോൾവ് ചെയ്യണം. രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റണം. രണ്ട് കോമ്പണൻസ് ആക്കി മാറ്റണം. അപ്പോ എഫിനോട് ചേർന്നുള്ള ആംഗിൾ തീറ്റ, അല്ലെങ്കിൽ തീറ്റയോട് ചേർന്നുള്ള ഡയറക്ഷൻ ഏതാ? എക്സ് അല്ലേ? എഫ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. ആ തീറ്റ ഏത് ആക്സിസ് ആയിട്ടാണ്? വിത്ത് എക്സ് ആയിട്ടാണ്. അപ്പൊ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഏത് ആക്സിസുമായിട്ടാണോ വരുന്നത്, ചേർന്ന് വരുന്നത്, അത് കോസ് എടുക്കാം. അപ്പൊ എക്സ് ആയിട്ടുള്ള എക്സിലെ കമ്പോണന്റ് എന്തായിരിക്കും? അത് കോസ് തീറ്റ ആയിരിക്കും. അപ്പൊ എഫ് കോസ് തീറ്റ ആയിരിക്കും. മറ്റെന്തായിരിക്കും? അപ്പൊ സൈൻ തീറ്റ ആയിരിക്കും. വൈയിലേക്കുള്ള എന്തായിരിക്കും? സൈൻ തീറ്റ ആയിരിക്കും. എഫ് സൈൻ തീറ്റ ആയിരിക്കും. ഒന്നുകൂടെ പറയാം, നോക്കാം. ഒരു വെക്ടറാണ് എഫ് എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ് വിത്ത് വൺ ഓഫ് ദി ആക്സിസ്. ഫോർ എക്സാമ്പിൾ, വിത്ത് വൈ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് വിളിച്ചു. വിത്ത് വൈ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് വിളിച്ചു. അതിൽ എക്സ് ആൻഡ് വൈ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണ്. എക്സും വൈയും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. എഫിനെ നമുക്ക് എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് വൈ ഡയറക്ഷൻ. ആംഗിൾ നോക്ക്. ആംഗിൾ ഏത് ആക്സുമായിട്ടാണ് ചേർന്നിരിക്കുന്നത്, അത് കോസ് കമ്പൗണ്ട് വരും. ആംഗിൾ ഏത് ആക്സുമായിട്ടാണ് മുട്ടിയിരിക്കുന്നത്, ചേർന്നിരിക്കുന്നത്, അത് കോസ് കമ്പൗണ്ട് വരും. ഇവിടെ ആംഗിൾ ആരോട്ടാണ് മുട്ടിരിക്കണേ? വൈ ആയിട്ടാണ് മുട്ടിരിക്കുന്നത്. അപ്പൊ എന്താ അവിടുത്തെ കമ്പൗണ്ട് വരിക? അത് എഫ് കോസ് തീറ്റ. എന്തായിരിക്കും? എഫ് സൈൻ തീറ്റ. ചേർന്നുള്ളത് കോസ്, മറ്റേത് സൈൻ. എപ്പോഴും അങ്ങനെ പഠിച്ചാൽ മതി. എപ്പോഴും എക്സിലേക്ക് കോസ് എന്ന് പറയരുത്. അത് എപ്പോഴും ശരിയാണെന്നില്ല. ഓക്കെ? അപ്പൊ ആംഗിൾ ചേർന്നിരിക്കുന്നത് എക്സിലേക്കാണെങ്കിൽ എക്സിലുള്ളത് കോസ്. ആംഗിൾ ചേർന്നിരിക്കുന്നത് വൈയിലേക്കാണെങ്കിൽ വൈയിലേക്കുള്ളത് കോസ്. ക്ലിയർ? ഇങ്ങനെ റിസോൾവ് ചെയ്യാൻ പഠിക്കും. ഒരു ഫോഴ്സിനെ റിസോൾവ് ചെയ്യണം, ഒരു വെക്ടറിനെ റിസോൾവ് ചെയ്യണം, എക്സിലേക്കും വൈയിലേക്ക് റിസോൾവ് ചെയ്യണം. ആ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കാം. ആംഗിൾ വിത്ത് എക്സ് ആക്സ് ആണെങ്കിൽ എക്സിലേക്കുള്ളത് കോസ് എടുക്കുക, മറ്റേത് എന്ത് ചെയ്യുക? സൈൻ എടുക്കുക. എന്നാൽ ആംഗിൾ വിത്ത് വൈ ആക്സ് ആണെങ്കിൽ വൈയിലേക്കുള്ളത് എന്ത് ചെയ്യുക? കോസ് എടുക്കുക. അപ്പൊ എക്സിലേക്കുള്ളത് എന്തായിരിക്കും? സൈൻ എടുക്കുക. അങ്ങനെ പഠിക്കാം. വെറുതെ എക്സിലേക്കുള്ളത് കോസ് പഠിക്കരുത് കേട്ടോ. ക്ലിയർ? ഇത് നമുക്ക് ആവശ്യമുണ്ട്. ക്ലിയർ?